ഹലോ നമസ്കാരം. ഇറ്റ്സ് മീ നൗഫൽ റഹ്മാൻ മാ എന്ന സംഘടന മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ വലിയൊരു പ്രോഗ്രാം ഇവിടെ കൊച്ചിയിൽ നടന്നു. അതിൻ്റെ ചില കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ വരികയാണ്. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിനായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ കാത്തിരിക്കുകയാണ്. എന്താ ശശിയുടെ പറയുന്നത്? അങ്ങനെ കുറേ ആൾക്കാരെ കാത്തിക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വേറെ പറ. ഇവിടെ നവീൻ കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ മാ കുടുംബത്തിലേക്ക് പോവാണ്. കണ്ണൂരിൻ്റെ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ ചുക്കാൻ പിടിക്കുന്ന ആളാണ് ഇത്. ചുക്കാമണി ശശിയേട്ടൻ. ഇന്നിപ്പോൾ ടി വി സിനിമ മേഖലയിൽ കാണുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും അന്ന് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ മിമിക്രിയിലൂടെ വന്ന കലാകാരന്മാരാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഘടനയിൽ അവരുള്ളത്. മാവേലിയെ കാണുന്ന പോലെ വർഷത്തിലൊരിക്കലാണ് ഇവരൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ സംഘടനയുടെ ഒരുപാട് ചർച്ചകളും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും അവിടെയുണ്ട്. വെറുതെ ഇരുന്ന് ആൾക്കാരിങ്ങനെ സുഖിക്കുന്നതാണ്. ഇങ്ങനെ ഒരു അവസരം നോക്കട്ടെ. ഇപ്പൊ തന്നെ ഞാൻ സുഖിക്കുന്ന എടുക്കണം. മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരുടെ നെറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ഒരു ബെഡ്റൂമിലുള്ള ഫുൾ ഐറ്റമാണ്. ഭാഗ്യവന്മാർ ഇതൊക്കെ കൊണ്ടുപോയി. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നല്ല കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഫുഡൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ബി ഹൈവ് എന്ന പേരുള്ള ഒരു കേക്കാണിത്. അവരുടെ പ്രൊമോഷൻ്റെ ഭാഗം കൂടിയാണത്. അടിപൊളിയാണ്. ഭയങ്കര മധുരമൊന്നുമില്ല. കോഴിക്കോട് അപ്പോൾ ഹൈലൈറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് ലുലുലൊക്കെ ഉണ്ട് നമ്മുടെ കോഴിക്കോട് കേട്ടോ. അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ അവതരിപ്പിച്ച കുറച്ച് മിമിക്രി പാട്ടുകൾ ഇതൊക്കെ കഴിഞ്ഞു. നമ്മളവിടുന്ന് അങ്ങനെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞ് പോകാൻ നേരത്ത് കാണുന്ന സംഭവമാണിത്. അപ്പോൾ നമുക്ക് എന്തൊരു വലിയൊരു ഗിഫ്റ്റാണ് ഓണത്തിന് മുമ്പേ. അങ്ങനെ ഓണത്തിനായിട്ട് മുണ്ടും സാരിയും കിട്ടിയായിരുന്നു. എയർ ഹാൻഡ്ലൂംസാണ് അത് ഗിഫ്റ്റായിട്ട് തരുന്നത്. അവരുടെ സാരഥികളാണ് അവർ. രണ്ടുപേരും ബ്രദേഴ്സാണ്. അങ്ങനെ കുറച്ച് കുശലാന്വേഷണങ്ങളുമായിട്ട് കുറേ നമ്മുടെ മറിമായത്തിൻ്റെയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും ബാബായി പറഞ്ഞു. ഇത് നമ്മുടെ ക്യാമറാമാൻ ഷാർഗദ്രൻ. അങ്ങനെ ഇവിടെ പറഞ്ഞു. നമുക്ക് വീണ്ടും കാണാം. ബൈ.